നമസ്കാരം. ഞാൻ ഡോക്ടർ എൻ ആർ ശ്രീഹരി, പ്രൊഫസർ ഓഫ് ന്യൂറോ സർജറി, അമൃത ഹോസ്പിറ്റൽ, കൊച്ചി. ഇന്ന് ജൂൺ 8 ബ്രെയിൻ ട്യൂമർ ദിനം. നമ്മൾ ബ്രെയിൻ ട്യൂമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മറ്റ് ക്യാൻസർ പോലെ മറ്റൊരു അവയവത്തിലേക്ക് പടർന്നു പിടിക്കുന്ന ട്യൂമറല്ല. ബ്രെയിനിൻ്റെ ആവരണങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് ട്യൂമറാണ് ബ്രെയിൻ ട്യൂമർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി. നമ്മൾ സാധാരണ രോഗികൾ കാണുമ്പോൾ മാറാത്ത തലവേദന, ഛർദിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത ഛർദിൽ, പിന്നെ ജന്നി വരിക, സീഷർ. ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും ഫിറ്റ്സ് വരാത്ത ഒരാൾക്ക് പുതിയതായിട്ട് ജന്നി വരുന്നു. പിന്നെ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ട്, നടക്കാനും ബുദ്ധിമുട്ടുണ്ട്, മറ്റ് സ്ട്രോക്ക് പോലെ തന്നെ തളർച്ച, സംസാരശേഷി നഷ്ടപ്പെടുന്നതും ആയിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇത് കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ന്യൂറോ സർജറി സ്പെഷ്യലിസ്റ്റ് ഉള്ള ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ചികിത്സാ രീതികൾ നമ്മൾ തേടുകയും അതിന് വേണ്ട ആവശ്യമായ ടെസ്റ്റുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റുകൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ബ്രെയിൻ ട്യൂമർ നമുക്ക് കാണണമെങ്കിൽ ഒരു സ്കാനിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. MRI സ്കാനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രഗത്ഭമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് ബ്രെയിൻ മാപ്പിംഗ്, അങ്ങനത്തെ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്കാനിങ് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്? പ്രൈമറി ചികിത്സ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്തത് മാറ്റുക എന്നുള്ളതാണ്. സർജറി സാധാരണ മറ്റവയവങ്ങൾ പോലെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ബ്രെയിനിന് ഓരോ ഭാഗത്തും ഓരോ ഫങ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ആ ഫങ്ഷൻ ബാധിക്കാതെ നമ്മൾ കൂടുതൽ മോശമാക്കാത്ത രീതിയിൽ പഴയ ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാനുള്ള ഒരു രീതിയിൽ മാത്രമേ സർജറി നമുക്ക് പോസിബിളായിട്ടുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ബ്രെയിൻ മോണിറ്ററിങ്ങും മാപ്പിംഗ് ഒക്കെ ഉപയോഗിച്ച് ബ്രെയിനിന് തലച്ചോറിന് ഡാമേജ് കൂടാതെ, കേടുപാടുകൾ കൂടാതെ ട്യൂമർ റിമൂവ് ചെയ്യുന്ന രീതിയാണ് ഇതിന് നമ്മൾ ചെയ്യാറ്. പിന്നെ മൈക്രോ സർജറി, പിന്നെ ഇമേജ് ഗൈഡഡ് സർജറി, അങ്ങനെ പല പുതിയ ടെക്നോളജികൾ ഇന്ന് പ്രാഗൽഭ്യത്തിലുണ്ട്. റേഡിയേഷനും കീമോയും എല്ലാം ഇതിന് ഉപയോഗിക്കാറുണ്ട്. ട്യൂമറിൻ്റെ വളർച്ചയുടെ വേഗത നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ട്യൂമറിനെ ഭയപ്പെടേണ്ടതില്ല. ഭയം മാറ്റിവെച്ച് നേരത്തെ ജാഗ്രതയോടുകൂടി ഇത് നേരത്തെ കണ്ടുപിടിക്കുക, അതിൻ്റെ ചികിത്സാ രീതികൾ നേരത്തെ തീരുമാനിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുതന്നെയാണ് ഇന്നത്തെ ബ്രെയിൻ ട്യൂമർ ദിനത്തിൻ്റെ സന്ദേശവും.